നമസ്കാരം. മലബാർ മീഡിയ ന്യൂസ് ഇന്ന് സ്ഥാനാർത്ഥിയോടൊപ്പം 10 ചോദ്യങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് മനോജ് എം കണ്ടത്തിൽ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. മലബാർ മീഡിയ ന്യൂസ് ഇപ്പോൾ കരിക്കോട്ടക്കരി ഡിവിഷനിൽ ബ്ലോക്കിലോട്ട് മത്സരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മനോജ് കണ്ടത്തിൽ, അദ്ദേഹം ഒരു വക്കീലും കൂടിയാണ്. അദ്ദേഹമാണ് ഇവിടെ കരിക്കോട് ഡിവിഷനിൽ മത്സരിക്കാൻ നിൽക്കുന്ന സ്ഥാനാർത്ഥിയാണ്. അപ്പം സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പ്രോഗ്രാമിലേക്ക് നമ്മൾ ഇന്ന് അദ്ദേഹത്തോടൊപ്പമാണ്. ആദ്യം അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ മലബാർ മീഡിയ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താം. നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് മനോജം കണ്ടത്തിൽ. ഞാൻ കരിക്കോട്ടഗിരി സ്വദേശിയാണ്. ഇപ്പോൾ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കരിക്കോട്ടഗിരി ഡിവിഷനിൽ നിന്ന് ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്നു. ഞാൻ അഭിഭാഷകനാണ്, അതോടൊപ്പം തന്നെ അധ്യാപകനാണ്. എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ ഇവിടെ തന്നെയായിരുന്നു, കരിക്കോട്ടഗിരിയിൽ തന്നെയായിരുന്നു. അതിനുശേഷം ഞാൻ കോളേജ് വിദ്യാഭ്യാസം കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിൽ നിന്നായിരുന്നു. അതിനുശേഷം ഞാൻ 3 വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദം നേടി: ഗാന്ധിയൻ ചിന്ത, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്. അതിനുശേഷം ഞാൻ LLB ബിരുദം നേടി തിരുവനന്തപുരത്ത് ലോ കോളേജിൽ നിന്നാണ്, ലോ അക്കാഡമി. അതിനുശേഷം അധ്യാപന ബിരുദം നേടി അഭിഭാഷകനായി ജോലി ചെയ്തു. 2-3 സ്ഥലങ്ങളിൽ ഇപ്പോഴും ഗാന്ധിയൻ സ്റ്റഡീസിൻ്റെ ഗസ്റ്റ് അധ്യാപകനാണ്. കേരള യൂണിവേഴ്സിറ്റിയിലെ ഗാന്ധിയൻ പഠന കേന്ദ്രം, അതുപോലെ പെരളശ്ശേരി വിദ്യാലയം, അതുപോലെ തവനൂർ വിദ്യാലയം, ഇവിടങ്ങളിലൊക്കെ അധ്യാപകനായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ അധ്യാപകരാണ്, എൻ്റെ ഭാര്യ ടീച്ചറാണ്, എൻ്റെ സഹോദരങ്ങൾ അധ്യാപകരാണ്. അതാണ് എൻ്റെ പൊതുവായ ഒരു ചിത്രം. ഓക്കെ, ഇപ്രാവശ്യത്തെ ഇലക്ഷനെ എങ്ങനെ നോക്കി കാണുന്നു? വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഞാനിതിനെ കാണുക. കാരണം ശരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വളരെ വലിയ ഒരു പങ്ക് വഹിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. കാരണം ജനങ്ങളുടെ ആഗ്രഹങ്ങളാണ് ഭരണത്തിൽ പ്രതിഫലിക്കേണ്ടതെങ്കിൽ അത് വളരെ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കപ്പെടുകയും ഉണ്ടാകുന്ന ജനപ്രതിനിധികൾ നടത്തുന്ന വികസനം ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരമുണ്ടാകുമെന്ന് വരുന്ന പശ്ചാത്തലത്തിലാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നോക്കിക്കാണുന്ന ഒരു വലിയൊരു പ്രാധാന്യം. അതുപോലെ തന്നെ എനിക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു കാര്യമെന്ന് പറയുന്നത്, കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പോൾ ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ ആ ഭരണമാറ്റത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നവരാണ് നമ്മൾ. ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് UDF കോൺഗ്രസ് ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ്. അതിലേക്കും ഭരണ തുടർച്ച ഉണ്ടാകും. അയ്യങ്കുന്ന് പഞ്ചായത്ത് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും മറ്റാർക്കും ചിന്തിക്കാൻ സാധിക്കാത്ത ഒരു പഞ്ചായത്ത്. അപ്പോൾ അധികാരത്തിൻ്റെയും ഭരണത്തിൻ്റെയും നിലപാടുകൾക്കൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പായി കൂടി ജനങ്ങൾ ഇതിനെ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടുകളിൽ ഒന്ന്. എന്താണ് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ? ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. അത് എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ് സംവിധാനം അനുസരിച്ച് നിലവിൽ വന്ന ഭരണ സംവിധാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ഒന്ന് എന്ന് പറയുന്നത്, ഗാന്ധിജി എന്താണോ ഗ്രാമസ്വരാജ്യമായും അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കാൻ ആഗ്രഹിച്ചത് അത് നടപ്പിലാക്കുന്ന ഒരു ജനപ്രതിനിധിയായിരിക്കും ഞാൻ. അത് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. കാരണം ഗ്രാമസ്വരാജ് പഞ്ചായത്ത് എന്ന് പറയുന്ന വാക്കൊക്കെ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തോളം ഇന്ത്യയുടെ പ്രാചീന ചരിത്രത്തോളം ഒക്കെ പഴക്കമുള്ള ഒന്നാണ്. അത് വീണ്ടും നടപ്പിലാക്കിയത് രാജീവ് ഗാന്ധിയുടെ കാലത്താണ്. ഗാന്ധിജിയുടെ സ്വപ്നം, ആ സ്വപ്നം നിറവേറ്റാൻ ആവശ്യമായ ഒരു ഇടപെടൽ നടത്താൻ സാധിക്കുന്ന ഒരു ജനപ്രതിനിധിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, അപ്പം ഉദാഹരണമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് വോട്ടർ പട്ടികയിലെ പേര് ചേർക്കൽ അല്ലെങ്കിൽ SIR എന്ന് പറയുന്ന പ്രക്രിയ, ഇതിലൊക്കെ ഞാൻ വ്യാപൃതനായിരുന്ന വ്യക്തിയാണ്. ഞാൻ പഞ്ചായത്ത് വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കാൻ വേണ്ടി 600-ലധികം ആളുകളെ, ഈ മണ്ഡലത്തിലെ എല്ലാ ആളുകളെയും വോട്ട് ചേർക്കാൻ പരിശ്രമിക്കുകയും അതിനുവേണ്ടി മുൻകൈ എടുത്തു. അവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളാണോ നമ്മൾ നോക്കിയില്ല, പരമാവധി ആളുകൾ നമ്മൾ വോട്ട് ചേർത്ത്. SIR പ്രക്രിയ ഈ തിരക്കിനിടയിലും ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ SIR പ്രക്രിയയ്ക്ക് വലിയ നേതൃത്വം കൊടുക്കാൻ സാധിച്ചു. ആളുകളെ BLOമാരുമായി ബന്ധപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ഇങ്ങനെയുള്ള ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരാളെന്ന നിലയിൽ സ്വാഭാവികമായും നമുക്ക് ഒരു ജനപ്രതിനിധി കൂടി ആകാൻ സാധിച്ചാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ആധികാരികതയുണ്ടാവും, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കും എന്നുള്ള ഒരു നിലപാടാണ് ഞാൻ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകളൊന്ന്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നമ്മൾ ഊന്നൽ കൊടുക്കേണ്ട ചില മേഖലകളുണ്ട്. ആ മേഖലകളെ സംബന്ധിച്ചും എനിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അതിൽ ഒന്നാമത്തേത്, കാർഷിക മേഖലയുടെ വികസനം സാധ്യമാകുന്ന ഒരു മെമ്പർ ആവണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തേത്, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുമ്പോൾ കരിക്കോട്ടഗിരി ഡിവിഷനിൽ പെടുന്ന 2 സ്ഥലങ്ങളാണ് കരിക്കോട്ടഗിരി, അങ്ങാടിക്കടവും. ഈ 2 സ്ഥലങ്ങളിൽ പോലും നമുക്ക് പ്രത്യേകമായ ചില സാഹചര്യങ്ങളിൽ
ഒരു പൊതു ശൗചാലയം പോലും നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയാം, വന്യമൃഗശല്യം എന്ന് പറയുന്ന വിഷയം നമ്മുടെ നാട്ടിൽ വലിയ വിഷയമാണ്. നമുക്കറിയാം, രാത്രിയിലും പകലും ഒന്ന് യാത്ര ചെയ്യാൻ പോലും ആളുകൾ മടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകുമ്പോൾ ഞാൻ സൂചിപ്പിക്കുന്ന മുൻഗണനാ ക്രമത്തിൽ ചില വികസന ക്രമങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഞാൻ എന്നുള്ള കാര്യത്തിൽ അതാണ് ഞാൻ പറഞ്ഞ ഗ്രാമസ്വരാജിന്റെ സത്ത് ഉൾക്കൊണ്ടുകൊണ്ട് പഞ്ചായത്ത് രാജ് സംവിധാനത്തെ നോക്കിക്കാണുന്ന ഒരാളായിരിക്കും ഞാൻ. അത് ഉറപ്പു നൽകുന്നു. അപ്പൊ അതുപോലെ തന്നെ കരിക്കോട്ടഗിരി ഡിവിഷനിലാണല്ലോ മത്സരിക്കുന്നത്. അതെ. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് പറയാമോ? കരിക്കോട്ടഗിരി ബ്ലോക്ക് ഡിവിഷൻ എന്ന് പറയുമ്പോൾ അതിനും ഒരു പ്രത്യേകതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അയ്യങ്കുന്ന് പഞ്ചായത്തിലെ 2 ഡിവിഷനുകൾ ഒന്നാണ് ഈ കരിക്കോട്ടഗിരി ഡിവിഷൻ. ഈ കരിക്കോട്ടഗിരി ഡിവിഷന്റെ ഉൾപ്പെടുന്ന സ്ഥലങ്ങളും അവയുടെ പ്രത്യേകതകളും പറഞ്ഞാൽ തന്നെ ഈ ഡിവിഷന്റെ പ്രാധാന്യം മനസ്സിലാവും. നമുക്കറിയാം, കരിക്കോട്ടഗിരി എന്നാണ് പേരെങ്കിലും അയ്യങ്കുന്ന് പഞ്ചായത്ത് ഉൾപ്പെടുന്ന, പഞ്ചായത്ത് ആസ്ഥാനം ഉൾപ്പെടുന്ന അങ്ങാടിക്കടവ് ഈ ബ്ലോക്ക് ഡിവിഷന്റെ പരിധിയിലാണ്. നമുക്കറിയാം, ഇവിടുത്തെ ക്ഷേത്ര ഗ്രാമം എന്ന് വിശേഷിപ്പിക്കുന്ന മുണ്ടയാമ്പറമ്പ് ഇതിനാണ് വരിക. ചരിത്ര പ്രാധാന്യമുള്ള കമ്പനി നിരത്ത് ഇതിനാണ് വരിക. ടൂറിസം പ്രാധാന്യമുള്ള മലയോര ഗ്രാമമായ എടപ്പഴ ഇതിലാണ് വരിക. നമുക്കറിയാം, നമ്മുടെ മലയോര മേഖലയുടെ ഒരു വലിയ കേന്ദ്രമായ ഉരുപ്പുംകുറ്റി ഇതിലാണ് വരിക. ഈ പ്രദേശത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനമായ ഡോൺ ബോസ്കോ കോളേജ് ഇതിനാണ് വരിക. അങ്ങാടിക്കടവ് ഹയർ സെക്കൻഡറി സ്കൂളും കരിക്കോട്ടഗിരി ഹൈസ്കൂളും ഈ ഡിവിഷനിലാണ് വരിക. അപ്പോൾ ഏറ്റെടുക്കാൻ പോകുന്ന ഉത്തരവാദിത്തം ഈ ഡിവിഷൻ, കരിക്കോട്ടഗിരി ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഞാൻ സൂചിപ്പിച്ചു, അയ്യങ്കുന്ന് പഞ്ചായത്ത് ആസ്ഥാനം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഈ ഡിവിഷനിൽ വരുമ്പോൾ ഒരു വികസന തുടർച്ച അയ്യങ്കുന്ന് പഞ്ചായത്തിൽ ഉണ്ടാകുമ്പോൾ, ഇപ്പം നമുക്ക് നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കുര്യാച്ചൻ പൈമ്പിള്ളിക്കുന്നതിന്റെ നേതൃത്വമുള്ള ഭരണസമിതി പുതിയൊരു സമിതി, അത് കോൺഗ്രസിന്റെ ഭരണസമിതിക്ക് കൈമാറും. അത് മുന്നോട്ട് പോകുമ്പോൾ അതിനോടൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധി എന്നുള്ളതാണ് വളരെ പ്രധാനം. അതുപോലെ തന്നെ ഞാൻ സൂചിപ്പിച്ച ടൂറിസം പ്രാധാന്യമുള്ള വെള്ളച്ചാട്ടമൊക്കെ വാളത്തോടുണ്ട്. അതുപോലെ തന്നെ വളരെ മനോഹരമായ ധാരാളം പ്രദേശങ്ങളിൽ, അതുപോലെ തന്നെ ധാരാളം ജനങ്ങൾ അധിവസിക്കുന്ന ഈ പ്രദേശത്ത് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് എൻ്റെ ജന്മനാടാണ്, ഇവിടുത്തെ പ്രശ്നങ്ങൾ എനിക്കറിയാം, ഇവിടുത്തെ ദൗർബല്യങ്ങൾ എനിക്കറിയാം. ആ വിധത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതുപോലെ തന്നെ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യാറുള്ള അല്ലെ, ഞങ്ങൾക്ക് ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ട്, വക്കീലിന് ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ട്. സാർ ഒരുപാട് യാത്രകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെന്ന് തോന്നുന്നു അല്ലെ? തീർച്ചയായിട്ടും ഞാൻ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം എനിക്ക് എൻ്റെ ഒരു ധാരാളം പ്രേക്ഷകരുണ്ട്, അതെല്ലാം കാണാൻ വേണ്ടി ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം യാത്രകൾ എൻ്റെ ജീവിതത്തിൻ്റെ വളരെ വലിയ ഭാഗമാണ്. ഞാൻ ഇന്ത്യക്കകത്തും പുറത്തും ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്. വിവിധ യുവജന സംഘടനകളുമായി ബന്ധപ്പെട്ടൊക്കെ ധാരാളം പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 23ഓളം രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും പോയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും തന്നെ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ അനുഭവമാണ്. നമ്മുടെ ഒരു ജീവിതാനുഭവങ്ങളാണ് ഏറ്റവും വലുത്. അപ്പോൾ യാത്രകളിലൂടെ ഏറ്റവും വലിയ ജീവിതാനുഭവം ലഭിക്കുന്നു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഹോട്ടലുകളിലോ അങ്ങനെയൊന്നും അല്ല പോയി താമസിക്കാറ്. അവിടുത്തെ ചില പ്രത്യേക പദ്ധതികളിലും പാക്കേജുകളിലാണ് പോവുക. അവിടുത്തെ ഗ്രാമങ്ങളിൽ കിടന്നുറങ്ങുക, അവിടുത്തെ വീടുകളിൽ കിടന്നുറങ്ങുക, അവിടുത്തെ കമ്മ്യൂണിറ്റി ഹാളുകളിൽ അവിടുത്തെ പരിപാടികളിൽ പങ്കെടുക്കുക. അങ്ങനെ ടൂർ എന്നതിനേക്കാൾ കൂടുതൽ അനുഭവങ്ങൾ സ്വായത്തമാക്കാനുള്ള എൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു മോഡൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആൾ നമുക്കറിയാം, സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ആ വീഡിയോ എല്ലാം കണ്ടിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു താല്പര്യമുണ്ടായത്. എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിച്ചു. അതുകൊണ്ട് അത് വളരെ ഒരു അനുഭവങ്ങളും തീർച്ചയായിട്ടും എൻ്റെ പ്രവർത്തനത്തിൽ ഉണ്ടാവും, അത് ഉറപ്പാണ്. ഉദാഹരണമായിട്ട് ഇപ്പം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇപ്പം തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ നിലപാടുകൾ വ്യക്തമാക്കാൻ, ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ഈ നിലപാടുകൾ ചോദിക്കുമ്പോൾ ഇങ്ങനെ നിലപാടുകൾ വ്യക്തമാക്കാനുള്ള ഒരു സാഹചര്യം പലപ്പോഴും നമ്മുടെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളില്ല. ഒരുപക്ഷെ ചില പ്രകടന പത്രികകൾ മാത്രം. പക്ഷേ വിദേശ രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ അങ്ങനെയല്ല. അവർക്കൊരു മാൻഡേറ്റ് ജനങ്ങളുടെ മുന്നിൽ വരുമ്പോൾ അതിന് മുന്നിൽ വയ്ക്കാനുള്ള ചില നിലപാടുകൾ അത് സോഷ്യൽ മീഡിയയിലൂടെ നൽകാൻ സാധിക്കും. അങ്ങനെ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തുന്ന, ഒരു പക്ഷേ നിങ്ങൾ ഇങ്ങോട്ട് വന്ന സമയത്ത് പ്രചരണ ബോർഡുകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അതിലൊക്കെ എൻ്റെ ബോർഡൊക്കെ വളരെ ആവറേജ് ആണ്. അപ്പൊ അതിനേക്കാൾ കൂടുതൽ നമുക്ക് ഈ കരിക്കോട്ടഗിരി അല്ലെങ്കിൽ ഈ പ്രദേശത്തോ ഒരു ഫ്ലെക്സിലൂടെ പരിചയപ്പെടുത്തേണ്ട വ്യക്തിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അതിനപ്പുറമുള്ള ജനങ്ങളിലേക്ക് എത്തുവാൻ സാധിക്കുന്ന, പക്ഷെ എന്നാൽ പോലും ചില പരിമിതികളുണ്ട്. 10,000-ലധികം വോട്ടർമാരുള്ള ഈ കരിക്കോട്ടഗിരി ഡിവിഷനിൽ പകുതി പേരെ പോലും എനിക്ക് നേരിട്ട് കാണാൻ സാധിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അത്തരം ചില കാര്യങ്ങൾ ആവശ്യമാണ്. എങ്കിൽ പോലും എല്ലാവരോടും ഞാൻ എൻ്റെ ഈ ഒരു നിലപാട് അറിയിക്കുകയാണ്. പരസ്യം എന്ന് പറയുന്നത് പ്രവർത്തനങ്ങളിലൂടെ ആകണമെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. ഞാൻ സാറിന്റെ ഒരു വലിയൊരു ഫാനും കൂടെയാണ്. അതുപോലെ സാറിന്റെ ഫേസ്ബുക്കിനകത്തും അതുപോലെ തന്നെ സ്റ്റാറ്റസ് ഒക്കെ ഞാൻ ഡെയിലി കാണുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടം ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മോടൊപ്പം ഇന്നുള്ളത്.
ഇപ്പൊ ഈ ഇലക്ഷനെ സംബന്ധിച്ചുള്ള വിമർശനങ്ങളും എതിർപ്പുകളൊക്കെ ഒരുപാട് ഫേസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതിനെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? ഒരു പൊതുജീവിതത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നമുക്ക് എതിർപ്പുകളാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം നമ്മുടെ ഏത് നിലപാടും ചോദ്യം ചെയ്യപ്പെടാനുള്ള അർഹതയും അവകാശമുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾ മറ്റുള്ളവരെ കൂടി കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പല നിലപാടുകളിലും നമ്മുടെ കാഴ്ചപ്പാടുകളോട് വിരുദ്ധാഭിപ്രായമുള്ളവരെയും കൂട്ടിച്ചേർത്ത് നിർത്തുക എന്നൊരു സമീപനമാണ് എനിക്കുള്ളത്. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടാണ് മത്സരിക്കുന്നത്, എനിക്കറിയാം. ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന രണ്ട് നേതാക്കൾ എന്ന് പറയുന്നത് കെ കരുണാകരനും ഉമ്മൻചാണ്ടിയുമാണ്. കേരളത്തിൽ ആരും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഏറ്റവും ശക്തരായ രണ്ട് നേതാക്കളും അവരുടെ പൊതുജീവിതത്തിൽ രാഷ്ട്രീയ ജീവിതത്തിൽ നേരിട്ട വെല്ലുവിളികൾ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അവരുടെ കാലശേഷം സമൂഹം അവരെ തിരിച്ചറിയുകയും അവരെ പുകഴ്ത്തുകയും, ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയെ പറ്റിയൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തെ ഒരു ദൈവതുല്യനായിട്ടൊക്കെ കാണുന്ന ഒരു സമൂഹത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് പറയുന്നത്, അദ്ദേഹത്തിന്റെ നേരെ വന്ന എതിർപ്പുകളെയൊക്കെ, പ്രത്യേകിച്ച് ചാരക്കേസ് പോലെയുള്ള കേസ് പിന്നെ കെ കരുണാകരനെതിരെ വന്നപ്പോഴും സോളാർ വിഷയത്തിൽ ആരോപണ വിധേയനായപ്പോഴൊക്കെ അവരെടുത്ത നിലപാടുകൾ, എതിർപ്പുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഉമ്മൻചാണ്ടി. അപ്പൊ അതാണ് നമ്മുടെ നിലപാട്. എതിർപ്പുകൾ സ്വാഭാവികം. ഭരണപക്ഷവും പ്രതിപക്ഷവും ഉള്ളതുപോലെ നമ്മുടെ നിലപാടുകളെ ചോദ്യം ചെയ്യുന്ന ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ, വിഭാഗമുണ്ടാകാം. അവയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പോവുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള നിലപാടുകളോടുള്ള എൻ്റെ കാഴ്ചപ്പാട് എന്നുകൂടി ഞാൻ നിങ്ങളോട് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ വോട്ടർമാരോട് പറയാനുള്ളത്? വോട്ടർമാരോട് സത്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അതിനുള്ള അവസരങ്ങൾ പറഞ്ഞ വാക്കുകളിൽ പറയാനുള്ളത്, ഞാൻ മത്സരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി UDF പാനലിലാണ് മത്സരിക്കുക. UDF മുന്നണി ഇലക്ഷൻ മുന്നോട്ട് വയ്ക്കുന്ന ചില ദർശനങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ട്. ഉദാഹരണമായി ഞാനിപ്പോൾ ഫീൽഡിൽ പോയ സമയത്ത് എനിക്ക് അനുഭവപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഭരണകൂടങ്ങൾക്ക് മാത്രമേ നിലകൊള്ളാനാവൂ. ഞാൻ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ചെന്നപ്പോൾ അവർ ആവശ്യപ്പെട്ട ചില കാര്യങ്ങൾ. ഒന്നാമതായി, ഞങ്ങളുടെ തൊഴിൽ സമയം 1 മണിക്കൂറെങ്കിലും കുറച്ചു തരാൻ സാധിക്കുമെങ്കിൽ അത് നല്ലതാണ്. ഞാൻ ചോദിച്ചപ്പോൾ സ്വാഭാവികമായും അത് നമുക്ക് ശുപാർശ ചെയ്യേണ്ട, എല്ലാ ജനപ്രതിനിധികളും ശുപാർശ ചെയ്യേണ്ട ഒന്നാണ്. അത് കോൺഗ്രസിന്റെ കൂടി നിലപാടാക്കി മാറ്റാൻ ഞാൻ ശ്രമിക്കും. അതുപോലെ തൊഴിൽ മേഖല വൈവിധ്യവൽക്കരിക്കുക. ഇപ്പോൾ വളരെ പരിമിതമായ ചില മേഖലകൾക്കപ്പുറത്ത് കുറച്ചുകൂടി വിപുലമായ മേഖലകളിലേക്ക് ഇത് പോകുക. അതിൽ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം കൂട്ടുക. അതൊക്കെ ആവശ്യമായ കാര്യങ്ങളാണ്. 100 തൊഴിൽ ദിനങ്ങൾ എന്നുള്ളത് 150 ആക്കുക. കാരണം ഇത് പറയാൻ കാരണം, കോൺഗ്രസ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. അത് ഗാന്ധിജിയുടെ പേരിൽ മൻമോഹൻ സിംഗ് ആരംഭിച്ച പദ്ധതിയാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള നിലപാടുകൾ. രണ്ടാമത്തേത്, സ്വാഭാവികമായും ഈ നമ്മുടെ വികസനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായപ്പോഴാണ് എന്ത് വന്നത്? നമ്മുടെ അംഗൻവാടികളൊക്കെ വന്നത്. ഒരു അമ്മ പ്രധാനമന്ത്രി ആയപ്പോഴാണ് ഇതൊക്കെ വന്നത്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ രാജ്യത്ത് വികസനം കൊണ്ടുവന്നത് ആരാണ്? ഈ രാജ്യത്ത് പുരോഗതി കൊണ്ടുവന്നത്, നിങ്ങൾ നിൽക്കുന്ന മലയോര ഹൈവേയുടെ സൈഡിലാണ്. ഈ മലയോര ഹൈവേ കൊണ്ടുവന്നത് ആരാണ്? ഇരിട്ടി താലൂക്ക് കൊണ്ടുവന്നത് ആരാണ്? KSTP റോഡിന്റെ നവീകരണം നടപ്പിലാക്കിയത് ആരാണ്? ബാരാപ്പോൾ പദ്ധതി കൊണ്ടുവന്നത് ആരാണ്? ഇവയെല്ലാം നമ്മുടെ മുൻപിലുള്ള. അപ്പോൾ അത് മാത്രമല്ല, ഞാൻ കോൺഗ്രസിനെ പറ്റി പറയുമ്പോൾ ഈ രാജ്യത്തിന്റെ പ്രത്യേകത, ഇതൊരു മതേതര രാജ്യമാണ്. നമ്മുടെ രാജ്യത്ത് നിന്ന് നേരിടുന്ന വെല്ലുവിളികൾ നമുക്കറിയാം. അത് ന്യൂനപക്ഷ സമുദായങ്ങളാവട്ടെ, ന്യൂനപക്ഷ ഭാഷ സംസാരിക്കുന്നവരാവട്ടെ, അവരൊക്കെ നേരിടുന്ന വെല്ലുവിളികൾ. ആളുകളുടെ എണ്ണം കുറവായതുകൊണ്ട് മാത്രം ആരും അവഗണിക്കപ്പെടരുത് എന്ന് വിശ്വസിക്കുന്ന ഒരു രാജ്യത്ത്, ഒരു ദർശനത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഗാന്ധിജിയുടെ നിലപാട് അന്ത്യോദയ, അവസാനത്തെ ആളുടെ ഉദയം. അപ്പൊ ആ ഒരു ദർശനം കോൺഗ്രസിന്റെ നിലപാടാണ്. അതുകൊണ്ടാണ് ഞാൻ മത്സരിക്കുന്നത്. കൈപ്പത്തി ചിഹ്നമാണ്. ആ കൈപ്പത്തി ചിഹ്നം എന്ന് പറയുന്നത് വികസനത്തിന്റെ കൈയാണ്, മതേതരത്വത്തിന്റെ കൈയാണ്, രാജ്യ പുരോഗതിയുടെ കൈയാണ്. നമുക്കറിയാം, ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ വേർതിരിക്കപ്പെടുമ്പോഴും മതസൗഹാർദ്ദത്തെ പറ്റി പ്രസംഗിച്ച, മതസഹിഷ്ണുതയെ പറ്റി പ്രസംഗിച്ച ഗാന്ധിജിയുടെ നിലപാടുകളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് എൻ്റെ ചിഹ്നമെന്ന് പറയുന്നത് സ്വാഭാവികമായും ഒരു വ്യക്തിയുടെ നിലപാടല്ല. ഞാൻ മാറിയാലും കൈച്ചിഹ്നത്തിന് മത്സരിക്കാൻ ആളുണ്ടാവും. അപ്പോൾ ആ നിലപാടിനെയാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് വളരെ വ്യക്തമായി ഈ ഭരണത്തോട് ചേർന്ന് നിൽക്കുക. ഞാൻ സൂചിപ്പിക്കാം, നമുക്ക് പറയുമ്പോൾ ഈ നമ്മുടെ MLA, പേരാവൂരിന്റെ MLA ബഹുമാനപ്പെട്ട സണ്ണി ജോസഫാണ്. അദ്ദേഹം KPCC പ്രസിഡന്റാണ് ഇപ്പോൾ. നാളെ കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ ഭരണത്തിലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലും വളരെ നിർണായകമായ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന മെമ്പർമാരെയും, അതുപോലെ അയ്യങ്കുന്ന് പഞ്ചായത്തിൽ ഭരണത്തുടർച്ച വരുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിൽ നിലവിൽ വേലായുധേട്ടൻ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ്. അതും പുതിയ വേലായുധേട്ടൻ അടക്കം മത്സരിക്കുന്നുണ്ട്. അവരെല്ലാം ബ്ലോക്കിലേക്ക് മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വിജയസാധ്യത മുന്നിൽ കണ്ടുകൊണ്ടും രാജ്യത്തിന്റെ പുരോഗതി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സമീപനമാണ് UDFനുള്ളത്. അതുകൊണ്ട് UDFന്റെ എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണം. പ്രത്യേകിച്ച് ഞാൻ സൂചിപ്പിച്ചു, അതായത് എടപ്പുഴ മുതൽ മുണ്ടയാമ്പുറം മുതൽ അങ്ങാടിക്കട വരെ നീണ്ടു കിടക്കുന്ന വലിയൊരു ഏരിയ,
4000-ത്തിലധികം വീടുകളുണ്ട്. ഇവരെയൊന്നും എല്ലാവരെയും കാണാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ വോട്ടഭ്യർത്ഥന കൂടി നടത്തുകയാണ്. നിങ്ങൾ എല്ലാവരും എൻ്റെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് കൂടി ഞാൻ നിങ്ങളെ അഭിമുഖമാണെങ്കിൽ കൂടി ഞാൻ എൻ്റെ അഭ്യർത്ഥന കൂടി ഇതോടൊപ്പം മുന്നോട്ട് വയ്ക്കുകയാണ്. മലയോര മേഖലയില് ഈ വന്യജീവി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ള ഈ നമ്മുടെ ഈ മലയോര മേഖലയിൽ എല്ലായിടും തന്നെ എടപ്പുഴ, വാളത്തോട്, അതുപോലെ തന്നെ ഇങ്ങോട്ട് കുരുപ്പുംകുറ്റി, ഈ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് നമ്മൾ വാർത്തകളിലൂടെ ഇപ്പം നിരവധിയായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി എന്താണ് അതിനെപ്പറ്റി എന്തെങ്കിലും നമുക്ക് അതിന് ഒരു പ്രതിവിധി എന്ന രീതിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? അതില് ഞാൻ ആ കാര്യത്തെപ്പറ്റി വളരെയധികം ഞാൻ ബോധവാനാണ്. കാരണം നമുക്കറിയാം രാത്രിയിൽ ഇത് ബാധിക്കുന്ന വന്യജീവികളുടെ പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കർഷകന്റെ നിലപാടാണ് ഒന്നാമത്തേത്. രാവിലെ ഇന്ന് ആരെങ്കിലും റബ്ബർ വെട്ടാൻ പോകുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കടുവയെ പേടിച്ച്, ആനയെ പേടിച്ച്, പാമ്പിനെ പേടിച്ച്. രണ്ട്, എന്താണ് നമുക്ക് നമ്മുടെ ആറളം മേഖലയിൽ നിന്ന് തുരത്തുന്ന ആനകൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് സർക്കാരിനോ, ഞാൻ ഏതെങ്കിലും ഒരു ഭരണകൂടത്തിനെതിരെയല്ല, സർക്കാരുകൾക്ക് ഒരു വ്യക്തമായ നിലപാടില്ല. അതിന് കൃത്യമായ ഒരു നിലപാടുണ്ടാവണം. അതുപോലെ തന്നെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. ഏത് ജോലി ചെയ്താലും, ഞാനിവിടെ നിങ്ങൾക്ക് കാണാം, ഞാനൊരു കർഷക കുടുംബത്തിൽ പിറന്ന ആളാണ്. എൻ്റെ പിതാമഹന്മാരെ കർഷകരാണ്. നമുക്ക് കാർഷിക ഭൂമിയുണ്ട്, അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഞാനൊരു കർഷകൻ അല്ലെങ്കിൽ പോലും എല്ലാ കാർഷിക മേഖലയെ സംബന്ധിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള ആളെന്ന നിലയിൽ എനിക്ക് സ്വന്തമായ റബ്ബർ കൃഷിയുണ്ട്, തെങ്ങുണ്ട്, കമുകുണ്ട്, എല്ലാം ഉണ്ട്. അതൊരു കർഷകൻ എന്ന നിലയിലല്ല, പരമ്പരാഗതമായി ലഭിച്ച കാര്യങ്ങൾ കൃഷി ചെയ്യുന്ന ആളെന്ന നിലയിൽ നിങ്ങൾക്ക് കാണാം. എൻ്റെ പറമ്പിൽ വരെ പന്നി വന്നു. എൻ്റെ പറമ്പിൽ വരെ പന്നി വന്ന് അവിടെ ഉണ്ടായിരുന്ന കപ്പയും വാഴയും ഒക്കെ നശിപ്പിച്ചു. അപ്പൊ ഞാനടക്കമുള്ള, അതായത് വനപ്രദേശത്ത് ഇത്രയും ദൂരെ താമസിക്കുന്ന ഞാനടക്കം, നമുക്കറിയാം എൻ്റെ ബ്ലോക്കിന്റെ പ്രത്യേകത നേരത്തെ ചോദിച്ചപ്പോൾ എടപ്പുഴ മുതൽ അങ്ങ് എന്താണ് വാണിപ്പാറയുടെ സൈഡ് വരെ നീണ്ടു കിടക്കുന്ന വനാതിർത്തി ഇതിലാണ് വരിക. അതുകൊണ്ട് വളരെ കൃത്യമായ നിലപാടാണ് പറയാനുള്ളത്. വനം വന്യജീവി വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലടക്കം ഇടപെടലുകൾ നടത്തി അവയിൽ മാറ്റം വരുത്താൻ സാധിച്ചില്ലെങ്കിൽ, അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടത്, ഇവിടുത്തെ ഏറ്റവും വലിയ പരിസ്ഥിതി സംരക്ഷകർ എന്ന് പറയുന്നത് ഈ നാട്ടിലെ കർഷകരാണ്. കർഷകരാണ് ഇവിടുത്തെ പരിസ്ഥിതി സംരക്ഷകർ. എന്താ ഒരു സംശയമാണ്. കാരണം ഇവിടെ മണ്ണിൽ കൃഷി ചെയ്യുന്നതും സസ്യലതാദികൾ വെച്ചുപിടിപ്പിക്കുന്നതും കയ്യാലകൾ വെച്ചുകൊണ്ട് വെള്ളം സംരക്ഷിക്കുന്നതും മണ്ണൊലിപ്പ് തടയുന്നതും ഒക്കെ കർഷകരാണ്. അതുകൊണ്ട് കർഷകരെ കയ്യേറ്റക്കാരായി കാണരുത്. കർഷകരെ ജനവിരുദ്ധര അങ്ങനെയൊക്കെ ഒരു സമീപനം പലപ്പോഴും വന്നു. നമ്മൾ പശ്ചിമഘട്ടത്തിൽ താമസിക്കുന്നവരാണ്. വികസനത്തെയും പരിസ്ഥിതിയും ഒക്കെ സമഗ്രതയോടെയും സമുദ്രിതമായും നോക്കിക്കാണാൻ സാധിക്കുന്ന ഒരു വികസന സംസ്കാരം. അതുകൊണ്ട് ചോദ്യത്തിന് ഉത്തരം വളരെ കൃത്യമായിട്ട് ഞാൻ പറയാം. നമ്മുടെ അയ്യകുന്ന് പഞ്ചായത്തിന്റെ ഭരണസമിതി മുൻകൈയെടുത്ത് വനം വകുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫെൻസിങ് നടക്കുകയാണ്. ആ ഫെൻസിങ് അടിയന്തരമായി പൂർത്തിയാക്കാനുള്ള ഫണ്ട് അലോട്ട് ചെയ്യുന്നതിനടക്കമുള്ള കാര്യങ്ങൾ തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേരളത്തിലെ ഭരണവും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഒക്കെ വന്നാൽ ഉറപ്പായിട്ടും ചെയ്തേ പറ്റും. കാരണം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്ന പരസ്യമായിട്ടാണ്. ഇത്തരം വാഗ്ദാനങ്ങൾ നൽകിയാൽ അതിൽ നിന്ന് പുറകോട്ട് പോകാൻ ഒരു ജനപ്രതിനിധിക്ക് സാധിക്കില്ല. കാരണം ഞാൻ ഈ കരിക്കോട്ടഗിരി വാർഡിന്റെ നടുക്ക് താമസിക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാനില്ല. എൻ്റെ നിലപാടുകൾ വ്യക്തമാണ്. ഞാൻ വളരെ ആഴത്തിൽ ചിന്തിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിലും പൊതുപ്രവർത്തനത്തിലും പ്രവർത്തിക്കുന്ന ആളാണ്. കഴിഞ്ഞ കാലഘട്ടം പോലെ തന്നെ സുതാര്യമായ, ഒരുപക്ഷെ ജയവും പരാജയവും ഒക്കെ നമ്മുടെ ഭാഗമാണ്. ഈ പരാജയപ്പെട്ടാൽ പോലും ഇലക്ഷനിലെ വിജയം ഒരു അന്തിമ വിജയം മാത്രമല്ലല്ലോ. പൊതുജീവിതത്തിൽ നമുക്ക് ഇത്തരം നിലപാടുകൾക്ക് വേണ്ടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് വന്യജീവി പ്രശ്നത്തിലും, അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ക്ഷീര കർഷകരുടെ വിഷയങ്ങൾ, ഞാൻ കഴിഞ്ഞ പാർട്ടിയുടെ ചുമതലയുള്ള വ്യക്തി എന്ന നിലയിൽ ഇവിടുത്തെ 2-3 ക്ഷീര സംഘങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചപ്പോൾ വളരെ ദയനീയമാണ് നമ്മുടെ ക്ഷീര കർഷകരുടെ അവസ്ഥ. നമ്മളെല്ലാവരും കടയിൽ കയറി ചായ കുടിക്കുമ്പോൾ അവിടെ ലഭിക്കുന്ന പാൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു ക്ഷീര കർഷകൻ, പക്ഷെ നമ്മളൊരു കല്യാണ ചടങ്ങിലോ ഒരു പൊതുചടങ്ങിലോ നിൽക്കുമ്പോൾ ചാണകത്തിന്റെ മണമുള്ള ഒരു മനുഷ്യൻ വന്നാൽ നമുക്ക് വിഷമം തോന്നും. തീർച്ചയായും ആ മനുഷ്യൻ ഉണ്ടാക്കി തരുന്ന പാലാണ് നമ്മൾ കുടിക്കുന്നതെന്നും അവർക്ക് ലഭിക്കുന്ന വരുമാനം എത്രയാണെന്ന് അറിയുമ്പോഴാണ് ക്ഷീര കർഷകരുടെ പ്രയാസം നമ്മൾ അറിയുന്നത്. റബ്ബർ ഒരു വർഷത്തിൽ എത്ര നമുക്ക് വെട്ടാൻ പറ്റുന്നത്? മാക്സിമം 3-4 മാസം. അതിന് ലഭിക്കുന്ന വില എത്രയാണ്? ഇങ്ങനെയുള്ള നിരവധി അനവധി, അതുപോലെ നെൽകൃഷിയൊന്നും ഇല്ലാതായി. അല്ല, ഞാൻ പറയുന്നത് നമുക്ക് കാറില്ലെങ്കിലും ജീവിക്കാം, മൊബൈൽ ഇല്ലെങ്കിലും ജീവിക്കാം, നമുക്ക് മറ്റ് സംവിധാനങ്ങളൊന്നുമില്ലെങ്കിലും ജീവിക്കാം. പക്ഷെ ഭക്ഷണം ഇല്ലെങ്കിലും ജീവിക്കാൻ സാധിക്കും. പക്ഷെ ഇവിടുത്തെ ഏറ്റവും ദയനീയമായ അവസ്ഥ, ഈ വോട്ട് തേടിയൊക്കെ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ ഒരുപക്ഷെ ഒരു ജനപ്രതിനിധിയാകാൻ പോകുന്ന വ്യക്തി എന്ന നിലയിൽ ഞാൻ ഭയാശങ്കകളോടെയാണ് നോക്കുകയാണ്. കാരണം ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും സാധിക്കാത്ത കർഷകർ അധിവസിക്കുന്ന മേഖല ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ, അതിദരിദ്രരൊന്നും ഇല്ല എന്നൊക്കെ സർക്കാർ പറയുമ്പോഴും യാഥാർത്ഥ്യങ്ങളോട് മുഖം തിരിച്ചു നിൽക്കാൻ നമുക്കാവില്ലല്ലോ. അതുകൊണ്ട് വളരെ വ്യക്തമായ നിലപാടാണ് കാർഷിക മേഖലയുടെ ഉന്നതി. ഈ വന്യജീവിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിലപാടുകൾക്ക് കർഷകർക്കൊപ്പം ഞാൻ എന്നും ഉണ്ടാവും. അത് ഉറപ്പു നൽകുന്ന കാര്യമാണ്.
അതുപോലെ തന്നെ വക്കീൽ അറിയപ്പെടുന്നത് ഈ യുവജന സംഘടനകളിലൊക്കെ പ്രവർത്തിച്ച് ഒരുപാട് വർഷങ്ങളായിട്ട് പ്രവർത്തിച്ച് ഈ സാമൂഹ്യ രംഗത്തും മറ്റുള്ള പൊതുപ്രവർത്തനം എല്ലാം ചെയ്ത് രാഷ്ട്രീയത്തിലൊക്കെ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് ആണ് എനിക്കറിയാൻ സാധിച്ചത്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയാം. തീർച്ചയായിട്ടും ഞാൻ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലായിരുന്നു എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസ കാലഘട്ടം. പ്രീ ഡിഗ്രി ഡിഗ്രിയൊക്കെ അവിടെയാണ്. ആ 5 വർഷ കാലഘട്ടത്തിലാണ് ഞാൻ ആദ്യമായിട്ടൊരു എന്താണ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ ആകുന്നു, കോളേജ് യൂണിയൻ മെമ്പർ ആകുന്നു. അവിടെ നിന്ന് വിവിധ യുവജന സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം ആരംഭിച്ചു. ഒരു 20ാമത്തെ വയസ്സിൽ ഗാന്ധി യുവമണ്ഡലം, നെഹ്റു യുവ കേന്ദ്ര, അതുപോലെ സമാധാന ഫോറം, ഇങ്ങനെയുള്ള ധാരാളം സംഘടനകളുമായി ബന്ധപ്പെട്ട് എൻ്റെ കുടുംബ പശ്ചാത്തലം അങ്ങനെയാണ്. ആ ഒരു സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളത്, അതുപോലെ തന്നെ അതിലൂടെ ലഭിച്ച ആ ആർജവത്തിൽ നിന്നാണ് പിന്നീട് പല പ്രവർത്തന മേഖലകളെയും കടന്നു വന്നത്. അങ്ങനെയാണ് ഈ പല യാത്രകൾ നടത്താൻ സാധിച്ചത്. അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ ഈ പ്രത്യേകിച്ച് KCYM എന്ന് പറയുന്ന ഒരു സംഘടന, അത് കത്തോലിക്ക സഭയുടെ അതിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അതിലൂടെ ഇന്ത്യൻ കാത്തലിക് യൂത്ത് മൂവ്മെന്റിന്റെ ഒരു പ്രതിനിധിയായി. അങ്ങനെയാണ് ധാരാളം ബന്ധങ്ങൾ ഇന്ത്യയിൽ എവിടെ ചെന്നാലും. അപ്പോൾ അങ്ങനെ നമുക്ക് ലഭിച്ച ഒരു പ്രവർത്തനം. അതുപോലെ തന്നെ നാട്ടിലെ ധാരാളം ക്ലബ്ബുകളിലൊക്കെ ഞങ്ങൾ അംഗമായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ എല്ലാവരും ചെറുപ്പമായിരുന്ന കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരു ക്ലബ്ബാണ് യൂണിവേഴ്സൽ ക്ലബ്ബ്. ഇന്നും അത് 10-25 വർഷങ്ങൾക്ക് ശേഷവും ആ ക്ലബ്ബ് സജീവമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അന്ന് ലഭിച്ച ഒരു ചൈതന്യം. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ക്ലബ്ബുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയുമാണ് പ്രസംഗ പാഠവും അതുപോലെ ആളുകളുമായുള്ള ബന്ധം. ഒരുപക്ഷെ ഇന്ന് കേരള സമൂഹം ഓർത്തിരിക്കുന്ന പല ആളുകളുമായി നേരിട്ട് ബന്ധപ്പെടുവാനും അവരിൽ നിന്ന് പുരസ്കാരങ്ങൾ മേടിക്കാനൊക്കെയുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചുള്ളൂ. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കരുണാകരനെയും ഉമ്മൻചാണ്ടിയും ഒക്കെ ആദ്യം കാണാൻ അവസരം ലഭിച്ചത് പ്രസംഗ മത്സരങ്ങളിലൂടെ യുവജന സംഘടനയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതുപോലെ ഗാന്ധിയന്മാരായ ആളുകളെ പരിചയപ്പെടാനുള്ള അവസരം, ലോക പ്രശസ്തരായ സന്തോഷ് ജോർജിനെയൊക്കെ പരിചയപ്പെടാനുള്ള അവസരം ലഭിച്ചത് അങ്ങനെയാണ്. അപ്പം ആ ഒരു സംഘടനാ പ്രവർത്തനവും എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു എൻ്റെ പ്രവർത്തനത്തിന്റെ മുതൽക്കൂട്ടാണ്. ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സംഘടനാ പ്രവർത്തനത്തിലേക്ക് വന്നത്. അക്കാര്യത്തിൽ ഉറപ്പാണ്. ഇന്നും മനസ്സുകൊണ്ട് പ്രായത്തിന് അതീതമായി ചെറുപ്പം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഉറപ്പാണ്. അപ്പൊ എന്തായാലും വക്കീലെ, താങ്ക് യു, വളരെ നന്ദി. നിങ്ങൾ ഈ എന്നെ കാണാൻ വന്നതിലും എൻ്റെ കാഴ്ചപ്പാടുകൾ അറിയാനുള്ള സമയം കണ്ടെത്തിയതിലും വളരെ സന്തോഷം. താങ്ക് യു. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഓക്കെ, ശരി.